കാലം നടക്കുന്ന സുവിശേഷമായ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവിക വചനം നമ്മൾക്ക് മാത്രമല്ല, ദേശത്തിന് മാത്രമല്ല, ചില വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തെ തുടർന്ന് രാത്രിയായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസലോട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രിയുടെ യാമത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യയിലേക്ക് ഇറങ്ങി വരേണ്ടതിനായി ദേശത്തോട്, സഭാവിശ്വാസികളോട്, സഭയോട് കർത്താവ് സംസാരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹദൂത് മിനിസ്ട്രി ചില വർഷങ്ങൾ കൊണ്ട് നടത്തി വരുന്ന ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു സുവിശേഷ മഹായോഗത്തിന്റെ പല മേഖലകളിലും നടന്ന അത്ഭുത പ്രവൃത്തിക്ക് അപ്പുറമായ ചില അത്ഭുതങ്ങൾ ഈ ഇഞ്ചക്കാടിന്റെ പ്രദേശത്ത് നടക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യയിൽ നിറഞ്ഞു നിൽക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസിലോട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭമായ കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്റർ മുമ്പോട്ട് നമ്മുടെ പ്രാർത്ഥനയെ സഹായിക്കുന്നതിന് ശേഷം കർത്താവദാസൻ ഷിബുൽ പാസ്റ്റർ നമ്മുടെ പ്രാർത്ഥനയെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ച സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രികാലം കർത്താവിന്റെ വലിയ സാന്നിധ്യവും വലിയ കൃപയും ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് രാത്രി ഇവിടെ മുഴുകി നിൽക്കുന്ന ദൈവശബ്ദം അനേക ജീവിതങ്ങൾക്ക് കർത്താവെ വലിയ ഉദ്ധാരണവും വിടുതലുമായി തീരുവാൻ സ്വർഗം എന്ന് കൃപ ചെയ്ത് സഹായിക്കുമാറാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവേ, ഇന്ന് രാത്രി അവിടുത്തെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. ഈ ദേശത്തോട് അറിയിക്കുന്ന ദൈവത്തിൻ്റെതായ സദ്വർത്തമാനം തന്റെ ദാസനിലൂടെ അത് കേൾക്കുമ്പോൾ അനേക ജീവിതങ്ങൾക്ക് അത് പരിവർത്തനമായി തീരേണ്ടതിന് ഇന്ന് രാത്രി സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ ശബ്ദപരിധിയിൽ ആരൊക്കെ കർത്താവെ ദൈവവചനം കേൾക്കുന്നവരെല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വീണ്ടും നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന പിതാവേ. കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നതായി സുവിശേഷ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രികാലങ്ങളുടെ സ്വരവിലേക്ക് കടന്നു വരുവാൻ ഒരുവിനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനിടയായി തീർന്നുള്ളൂ. ആത്മാവിന്റെ സാന്നിധ്യം ഈ രാത്രികാലം അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. ഈ കർത്താവേ സ്തോത്രം. ഈ സുവിശേഷ മഹായോഗത്തിന്റെ കർത്താവ് ഇന്നത്തെ അദൃശ്യനായിരിക്കുന്ന ദാസനെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആത്മാവിനാൽ സ്വർഗം നയിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഹല്ലേലൂയ. രാത്രികാലം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന ദാസനെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദാസനോട് കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ഏവർക്കും പ്രത്യേക കർത്താവേ സഭയ്ക്ക് കർത്താവേ ദേശത്തിന് അനേകർക്ക് വിടുതലും അനുഗ്രഹമായി തീരത്തക്കവണ്ണം കർത്താവേ ശക്തമായി ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ അങ്ങ് അധികാരപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതുവരെ വെളിപ്പെടാത്ത ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവേ ശബ്ദങ്ങളെ പരിധിക്കുള്ളിൽ ശ്രമിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം. വചനമാരെല്ലാം കേൾക്കുന്നുവോ വചനത്തിന്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം വായിച്ച് വിടുവിക്കുന്ന ദൈവം ഈ രാത്രികാലം കേൾക്കുന്ന വചനത്തിലൂടെ ഹല്ലേലൂയ സംസാരിക്കുന്ന വചനത്തിലൂടെ കർത്താവേ അനേകർക്ക് വിടുതലായി തീരുവാൻ ഹല്ലേലൂയ ഭാവികൾ മാനസാന്തരപ്പെടുവാൻ രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഹല്ലേലൂയ ആദിമനൂറ്റാണ്ടിലുണ്ടായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ശക്തിയോടെ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന പിതാവേ. ദാസന്റെ ശക്തിമേറിയ ശുശ്രൂഷയ്ക്കായി രാത്രികാലം സ്വർഗം ശക്തീകരിക്കേണ്ടതിനായി ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ.
ഹല്ലേലൂയ. സ്തോത്രം. ഈ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ ആത്മാവിനാൽ സ്വർഗം ഭരിച്ചു നടത്തുന്ന വൈകൃതങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. സകലമായ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Praise the Lord. Praise the Lord. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാനൊക്കെ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവദാസന്മാർ, ദൈവങ്ങൾ, ദൈവമക്കളെയൊക്കെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹദൂത് മിനിസ്ട്രിയും ഈ ചർച്ചും ചേർന്ന് ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷ മഹായോഗത്തിന്റെ ഒറ്റ ലക്ഷ്യം ദേശം ദൈവത്തെ അറിയണം. അതിലുപരിയായി ഭാവികൾ മാനസാന്തരപ്പെടണം, രോഗികൾ സൗഖ്യമാകണം. ഇതൊക്കെ ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഈ മീറ്റിംഗ് പല ദേശങ്ങളിൽ നടത്താറുള്ളത്. ഇത് രാത്രിയിലും അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഈ ദേശത്തായിരിക്കുമ്പോൾ സുഹൃത്ത് ദൈവം വലിയ അത്ഭുത പ്രവർത്തികളെ ചെയ്യേണ്ടതിനായ ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. ഇത് രാത്രിയിൽ കർത്താവദാസൻ നമ്മുടെ മധ്യയിൽ ദൈവജനം സംസാരിപ്പാൻ കർത്താവദാസൻ ശ്യാമ്പോൾ ദേവദാസനെ ഇത് രാത്രിയിൽ ദൈവജനം സംസാരിക്കാനായി കർത്താവദാസനെ ക്ഷണിച്ചുകൊണ്ട് താഴേക്ക് ദൈവത്തെ സഹായിക്കട്ടെ. ഈ ദേശത്തിലെ ദൈവസഭയും സ്നേഹദൂത് ഗോസ്ബൽ യൂണിവേഴ്സിറ്റി ചേർന്ന് ഈ ദേശത്ത് ക്രമീകരിക്കപ്പെട്ട സുവിശേഷ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ദേശവാസികൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള രാത്രി വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവിന്റെ വചനവുമായി സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്റെ ഇതേ പ്രായത്തിലുള്ള യൗവനക്കാർ സഹോദരന്മാർ ദേശത്തിനും ഭവനത്തിനും ചുറ്റുപാടുകൾക്കും അസമാധാനം ഉളവാക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദേശത്തിനും ഭവനത്തിനും രാജ്യത്തിനും സമാധാനം വരുത്തുന്ന സർവശക്തനായ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ ഘോഷിക്കുവാൻ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കുവാൻ കഴിയുമ്പോൾ യൗവനക്കാരിലൂടെ വളരെ കുറ്റകൃത്യങ്ങൾ യൗവന തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ അനേകർ ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയും. പക്ഷേ അതിന്റെ നടുവിൽ അനേകർക്ക് ആശ്വാസവും വിടുതലും നൽകുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനത്തെ ദൈവം അയക്കുന്ന ഇടങ്ങളിലെല്ലാം, ദൈവം അനുവദിച്ചു തരുന്ന എല്ലാ അവസരങ്ങളിലും ലജ്ജ കൂടാതെ മടി കൂടാതെ കർത്താവിനെ ഉയർത്തുവാൻ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ ഇവിടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷ യോഗത്തിൽ കർത്താവിന്റെ വചനമായി നിൽക്കുവാൻ ദൈവം കർത്താവ് എനിക്ക് അവസരം നൽകിയല്ലോ. ഈ യോഗത്തിനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് അവസരം നൽകിയപ്പോൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നൽകിയ തിരുവചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആ തിരുവചനം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കണം. ദൈവവചനം ഇങ്ങനെ പറയുന്നു: വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും.
അങ്ങനെയാണെങ്കിൽ ദൈവവചനം പ്രഘോഷിക്കുന്ന പ്രസംഗിക്കുന്ന വ്യക്തി മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, ദൈവവചനം വായിക്കുന്നവരും മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നമുക്കൊരുമിച്ച് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, വായിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ഈ ദേശത്തിലുള്ളവരോട്, ഈ സഭയോട്, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഈ ശബ്ദപരിധിയിലൂടെ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശുശ്രൂഷകൾക്ക് വിരോധമായിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ അധികാരം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ ദൈവമക്കളായി, ദൈവദാസന്മാരായി, ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന്റെ പ്രകാശനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ മഹത്വം, വചനത്തിന്റെ വിടുതൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം വേണ്ടുന്നത് പോലെ ആത്മാവിൽ വിവേചിച്ച് പൊരുതിരിക്കുവാൻ അടിയന്റെ നാമനോട് പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം അയച്ച് ചെയ്യുന്ന എല്ലാവിധമായ ദൈവപ്രവർത്തികളും ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള മണിക്കൂറുകളിൽ കർത്താവ് ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം എടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യമാണ് ഇന്നത്തെ രാത്രിയിലെ ആത്മീക ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത്. മത്തായി സുവിശേഷത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, സുവിശേഷം 4 സുവിശേഷമാണ്. അതിലെ മത്തായി സുവിശേഷത്തെ കുറിച്ച് നമ്മൾ ആഴമായി മനസ്സിലാക്കിയാൽ മത്തായി സുവിശേഷത്തെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, രാജകീയ സുവിശേഷം എന്ന് വേണമെങ്കിൽ മത്തായി സുവിശേഷത്തെ നമുക്ക് പ്രതിദാനം ചെയ്യുവാൻ കഴിയും. അങ്ങനെ ചരിത്രകാരന്മാർ പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് മത്തായി സുവിശേഷം പഠിച്ചു വരുമ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന്, ഈ രാജാവ് പിറന്നിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ നിരീക്ഷകൻ മനസ്സിലാക്കിയിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്ന് യേശു എന്ന ഒരു വ്യക്തി, യേശു എന്ന ഒരു ദൈവം യഹൂദന്മാരുടെ രാജാവായി ജനിച്ചു എന്ന് തിരക്കി ആ രാജകൊട്ടാരത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ സുവിശേഷത്തെ വേണമെങ്കിൽ ഒരു രാജാവിന്റെ രാജകീയ സുവിശേഷമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിലെ നമുക്കറിയാം, ഒരുപാട് രാജ്യങ്ങളിൽ അനേക രാജാക്കന്മാർ ഭരണം നടത്തിയ കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോകരാജ്യങ്ങളിൽ പല ഇപ്പോഴും രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയെല്ലാം രാജാക്കന്മാർ ഭരിക്കുന്ന ഇടത്ത് ജനത്തിനെ കഷ്ടപ്പെടുത്തി, ബുദ്ധിമുട്ടിച്ച്, അവരെ പ്രയാസപ്പെടുത്തി അവരിൽ നിന്ന് പലതും പിടിച്ചെടുക്കാറുണ്ട്. എന്നാൽ ഈ മത്തായി സുവിശേഷത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രാജാവായ യേശുവിന്റെ പ്രത്യേകത ജനത്തെ ശുശ്രൂഷിക്കുന്ന, ജനത്തിന് വേണ്ടി സഹായം പ്രവർത്തിക്കുന്ന, ജനത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു ശ്രേഷ്ഠനായ ഒരു രാജാവാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ രാജാക്കന്മാർ ഭരിച്ച രാജ്യങ്ങളിലെല്ലാം ജനത്തിന് ബുദ്ധിമുട്ട് രാജാക്കന്മാരിൽ നിന്ന്, അവിടുത്തെ നേതാക്കന്മാരിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യേശു എന്ന രാജാവ്, ആ രാജാവായ കർത്താവിന്റെ ഭരണം ആരംഭിക്കുമ്പോൾ യേശു സഞ്ചരിച്ച ദേശങ്ങളിൽ, യേശു കർത്താവ് വന്ന രാജ്യങ്ങളിലെല്ലാം അവിടെ
ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ അവരുടെ ജീവിതത്തിന്, ദേഹത്തിന്, ദേഹിക്ക്, ആത്മാവിന് പ്രയോജനകരമാകത്തക്ക രീതിയിൽ മനുഷ്യർക്ക് പ്രയോജനകരമായ നല്ല ഒരു ഭരണം കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ അവിടെ കൊണ്ട് പറഞ്ഞ് ആ കാര്യത്തിന് പുഷ്പപ്പെടുകയാണ്. നമ്മൾ വായിക്കപ്പെട്ട തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ കർത്താവിന് ശരണപ്പെടുന്നു. മത്തായി സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആകാശത്തിനും ഭൂമിക്കും ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ എപ്പോഴും നിലനിൽക്കത്തില്ല, അതിന് മാറ്റം സംഭവിക്കും. പക്ഷേ വചനമാകുന്ന യേശുവിന് മാറ്റം വരുത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആകാശത്തിനും ഭൂമിക്കും മാറ്റം വന്നാലും മാറ്റമില്ലാത്ത വചനമാകുന്ന യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ വചനത്തെ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയർത്താൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയും. 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് വചനം ജഡമായി സത്യവും കൃപയും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു എന്ന വചനം. ഹല്ലേലൂയ. ആ വചനം അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ ആ വചനത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വ്യക്തികളിൽ കൊണ്ടുവന്നുള്ള ആത്മീക വെളിപ്പാടാണ് ഇന്ന് ഇവിടെ കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും മാറ്റം വരുമെന്ന് വചനമാകുന്ന യേശു പറയുന്നു. എന്നാൽ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയും. പലരുടെയും ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ല എന്ന് പറയുന്ന, പ്രശ്നങ്ങളെ മാറ്റാൻ കഴിയുന്ന സ്തോത്രം വചനമാകുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. തിരുവചനങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഏറിയ വൈദ്യന്മാരെ ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ വളരെ പ്രയാസം അനുഭവിച്ച ഒരു സഹോദരിയുടെ ജീവിതത്തിൽ വചനമാകുന്ന യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടായി, വിശ്വാസമുണ്ടായി. വിശ്വാസത്തോടെ ആ വചനമാകുന്ന യേശു എവിടെയായിരിക്കുന്നു അവിടേക്ക് ചെല്ലുവാൻ അവളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായി. അങ്ങനെ വിശ്വാസത്തോടെ വചനമാകുന്ന യേശു ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനമാകുന്ന യേശുവിന്റെ വർത്തമാനം കേട്ടിട്ട് വിശ്വാസം ഉണ്ടായിട്ട് യേശുവിന്റെ അടുത്തേക്ക് വരികയാണ്. യേശുവിന്റെ അടുത്ത് വന്ന് യേശുവിന്റെ അടുക്കൽ എത്തപ്പെടാൻ കഴിയാതെ അത്രത്തോളം ജനക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. യേശു ഒരു പട്ടണത്തിൽ വന്നാൽ, യേശു ഒരു ഭവനത്തിൽ വന്നാൽ, യേശു ഒരു ദേശത്ത് വന്നാൽ എന്തുണ്ടാകും? യേശു വന്നതിന്റെ ഒരു തെളിവാണ് ജനത്തിന്റെ കൂട്ടം. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കുറിച്ച് എവിടെയൊക്കെ ഘോഷിക്കുന്നുവോ, യേശുവിന്റെ വചനം എവിടെയൊക്കെ പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ജനം വന്നുകൂടും. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം സ്തോത്രം, ഓരോ പ്രോഗ്രാമുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾ നടത്തുമ്പോൾ ജനത്തെ കൂട്ടുവാൻ വേണ്ടി അനേക പ്രോഗ്രാമുകൾ, അനേക കാര്യങ്ങൾ ക്രമീകരിക്കാറുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങളൊന്നും ക്രമീകരിക്കാൻ യേശു ആ ദേശത്ത് വന്ന് ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയിലൂടെ പുറപ്പെടുന്ന ആ വചനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ജനത്തിന് ഒന്ന് മനസ്സിലായി, ഇനി ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതൽ നൽകാൻ കഴിയുന്ന, പോംവഴി നൽകാൻ കഴിയുന്ന, അത് ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ഒരു ദൈവ ശബ്ദം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം എവിടുന്നെയാണ് കേൾക്കുന്നത്? അവിടേക്ക് ഞങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, സ്തോത്രം, വചനം എവിടെ മുഴങ്ങിൽ കേൾക്കുന്നുവോ സ്തോത്രം അവിടേക്ക് ഓടി വരാൻ തയ്യാറായാൽ, ദൈവവചനം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് സ്തോത്രം
അങ്ങനെ ഇരിക്കരുത്. ദൈവവചനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ദൈവവചനം മുഴങ്ങി കേൾക്കുന്ന ഇടത്തേക്ക്, അതിന്റെ ഉത്ഭവമുള്ള ഭാഗത്തേക്ക് ഓടി വന്ന് ആ വിലപ്പെട്ട ദൈവവചനത്തെ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ശബ്ദവരിധി ശ്രമിക്കുന്ന ദേവനോടും ഇന്ന് രാത്രിയിൽ വചനമാകുന്ന യേശുവിന് കാര്യമുണ്ട്. നീ പലപ്പോഴും ചിന്തിച്ചിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത, നീ നിന്റെ ജീവിതത്തിൽ ആശയക്കുഴപ്പം വന്ന് വല്ലാതെ വലഞ്ഞ് എന്തായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് പോലും വചനമാകുന്ന യേശുവിന് പരിഹാരം വരുത്തുവാൻ കഴിയും. കുറിച്ച് മനസ്സിലാക്കിയ ആ സഹോദരി ആദ്യം മനസ്സിലാക്കിയത് എന്റെ വിഷയത്തിന്റെ പരിഹാരം വൈദ്യന്മാരിലാണെന്നാണ് ആ സഹോദരി വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഏറിയ വൈദ്യന്മാരിൽ ആശ്രയിച്ചത്. പക്ഷെ ഏറിയ വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ട് പരിഹാരമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നഷ്ടം അനുഭവിച്ച് പ്രതീക്ഷിച്ച കാര്യം ലഭിക്കാതെ നിരാശയായിരുന്ന ആ സഹോദരി യേശുവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. യേശു പറയുന്ന വചനം കേൾക്കുവാനിടയായി. യേശു പറയുന്ന വചനം മനുഷ്യന്റെ ജീവിതത്തിന് ആശ്വാസം പകരുന്ന, വിടുതൽ പകരുന്ന വചനമാണ് യേശുവിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ദേശത്തോട് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദേശത്തിൽ പലപ്പോഴും പരിശ്രമിച്ചിട്ട് പരാജിതരായിരിക്കുന്ന, വ്യത്യസ്ത വിഷയങ്ങളിൽ പരാജിതരായിരിക്കുന്ന ഒരോട് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ പറയാം, യേശു നിങ്ങൾക്ക് വേണ്ടി ഈ യോഗത്തിലൂടെ സംസാരിക്കുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിന്റെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ. അങ്ങനെയാണെങ്കിൽ ആ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരാൻ തയ്യാറാക്കുക. ജനം ഒരുപാട് പേരായതുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യേശുവിന്റെ തൊട്ടടുത്ത് വരുവാൻ കഴിഞ്ഞില്ല. യേശുവിനോട് വിഷയങ്ങളെ കൈമാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഇരുന്നത്. എന്നിട്ടും സ്വന്തം വിശ്വാസം കൈവെടിഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ നിശ്ചയമായും അതിനകത്തൊരു വിടുതൽ വ്യാപരിക്കും. ദൈവവചന കേൾവിയിലൂടെ നിനക്കുണ്ടാകുന്ന പ്രചോദനം, നിനക്കുണ്ടാകുന്ന തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം മുറുകെ പിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്യണം. മുന്നോട്ട് യാത്ര ചെയ്ത് അടുത്തു വരുമ്പോൾ സ്വന്തം പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളുണ്ടായി. പക്ഷെ എന്നിട്ട് ഹൃദയത്തിൽ എടുത്ത തീരുമാനം മാറ്റിവെച്ചില്ല. നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ചിലരോട് ചോദിക്കും, ഇന്നെന്താ മീറ്റിങ്ങിന് വരാത്തെ, ഇന്നെന്താ ആരാധനയ്ക്ക് വരാത്തെ എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ സ്തോത്രം പാസ്റ്ററെ, അല്ലെങ്കിൽ സഹോദരി എന്താണ്, അല്ലെങ്കിൽ ഞങ്ങള് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്തോത്രം ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോ മഴ പെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഉടനെ അല്ലെങ്കിൽ വണ്ടിക്ക് തകരാറുണ്ടായി, അല്ലെങ്കിൽ സ്വന്തം നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന കാരണം കൊണ്ടാണ് വരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സഹോദരി അങ്ങനെയല്ല തീരുമാനിച്ചത്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത മാറ്റം കൈമാറാൻ പുറപ്പെടുന്ന വചനത്തിന്റെ ശബ്ദം എവിടുന്ന് കേൾക്കുന്നുവോ അവിടേക്ക് എത്രയും വേഗം എത്തപ്പെടുക എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങി. അങ്ങനെയാണെങ്കിൽ ഏറിയ വൈദ്യന്മാർക്ക് മാറ്റാൻ കഴിയാത്തത് സ്വത്രം വചനമായ യേശുവിനെ മാറ്റുവാൻ കഴിയും. ഭൂമിക്കും ആകാശത്തിനും ഭൂമിക്കും മാറ്റം വന്നാലും മാറ്റം വരാത്ത ഉറപ്പുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്നും നിലനിൽക്കുന്ന വചനം ചിലരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് മുടങ്ങി കേൾക്കുന്ന വചനങ്ങള് ഇതുവരെ മാറ്റം വരുത്തില്ല എന്ന് പറയുന്ന
പറയുന്ന വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന വചനത്താൽ വലിയ മാറ്റങ്ങളെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യൗവനക്കാര, ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് മാറ്റാൻ കഴിയാത്ത ദുർശീലമുണ്ടെങ്കിൽ, ഞാൻ ശ്രമിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത മദ്യപാനത്തിന്റെ ആസക്തി ഉണ്ടെങ്കിൽ, നീ എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹമുണ്ട്, പലപ്പോഴും നിർത്തി വീണ്ടും ആ കാര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളെ വിടുവിക്കുന്ന വചനം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കർത്താവ് കേൾപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടു. ആ തൊട്ട് സഹോദരിക്ക് വേണ്ടി സ്തോത്രം യേശു പുറപ്പെടുവിപ്പിച്ച ഒരു വചനമുണ്ട്. സ്തോത്രം. ആ വചനമാണ് ബാധയൊഴിഞ്ഞ സ്വസ്ഥയായിരിക്കുക. ഹല്ലേലൂയ. അന്നേരം അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നിനക്ക് സ്വസ്ഥത പകരുന്ന വചനം ഇന്ന് രാത്രിയിൽ ദൈവം അയക്കുകയാണ്. സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക്, വ്യക്തികൾക്ക് സ്വസ്ഥത പകരുന്ന വചനം ഇന്ന് രാത്രിയിൽ വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി സ്വസ്ഥത പകരുന്ന വചനത്തെ ഇന്ന് രാത്രിയിൽ കർത്താവ് അയക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ദേശത്ത് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവർക്ക് സ്വസ്ഥത പകരുവാൻ ദൈവം അഭിഷേകം ചെയ്ത അഭിഷക്തന്മാരെ അയച്ച് സ്വസ്ഥത പകരുന്ന വചനം അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിയിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവരെ വിടുവിക്കുന്ന വിടുതലിന്റെ ശബ്ദം ദൈവം അയക്കുകയാണ്. വചനമാകുന്ന ക്രിസ്തു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. പല വിഷയങ്ങളിൽ സ്തോത്രം ഇരിക്കുന്നവരെ വിടുവിക്കുവാനുള്ള വചനത്തെ അയച്ചാണ് ദൈവം അഭിഷേകം ചെയ്ത് അഭിഷക്തന്മാരെ ഇവിടെ അയച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർ കാലം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. എന്നുള്ള എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഈ മൈക്ക് പിടിച്ച് നിന്ന് കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മാതാപിതാക്കൾ എന്റെ അടുത്തേക്ക്, എന്റെ വിടുതലിന് വേണ്ടി എന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ വചനത്തെ ദൈവം അയക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് എന്റെ മാതാപിതാക്കൾ അവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ, എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു, ഈ മകനെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല, ലഭിച്ചാലും പ്രയോജനമില്ല എന്ന് ചികിത്സിച്ച എല്ലാ വൈദ്യന്മാരും വിധി എഴുതി ഇരിക്കുമ്പോൾ ആ മാതാപിതാക്കളോട് കർത്താവ് അയച്ചൊരു വചനമുണ്ട്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ആശുപത്രിയിൽ ഇനി എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്താകുലപ്പെട്ടിരുന്ന മാതാപിതാക്കളോട് അവരുടെ തലമുറയായ എനിക്ക് വേണ്ടി ദൈവം അവരെ കേൾപ്പിച്ച വചനമാണ്
നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷയെത്തിരുന്ന മാതാപിതാക്കളുടെ ഒരു മകനായിരുന്നു എന്റെ വിടുതലിനായിട്ട് ആ വചനത്തെ അയച്ച് വലിയ മാറ്റം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളോട് പറയാണ്, ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളോട് ഒരു ദൈവ ശബ്ദം കൈമാറുകയാണ്. നിന്റെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ പിതാക്കന്മാരുണ്ടെങ്കിൽ നിന്റെ തലമുറയെ വിടുവിക്കുവാനുള്ള ആ ദൈവ ശബ്ദം കേൾപ്പിച്ചിട്ടല്ലാതെ ഇന്ന് രാത്രി ദൈവം മടക്കി അയക്കത്തില്ല. മടങ്ങി വരട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം നമ്മൾ 1 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഗദരദേശത്ത് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആരാലും അടക്കാൻ കഴിയാതെ, ആരാലും നിയന്ത്രിക്കാൻ കഴിയാതെ ജീവിതം വല്ലാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഭവനത്തിനും ദേശക്കാർക്കും ഒക്കെ പ്രശ്നമുള്ളവനായി അശുദ്ധാത്മാവ് ബാധിച്ച് ജീവിതം ഒന്നുമല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂതം ബാധിച്ച മകനെ വിടുവിക്കുവാൻ ഒരു വചനം പുറപ്പെടുവിച്ചു. യേശു ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് ചെന്നിട്ട് പുറപ്പെടുവിച്ച വചനമാണ്, അശുദ്ധാത്മാവെ പുറപ്പെട്ടു പോകുക. ഇന്ന് ഇത് പറയുമ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളെ വിടുവിക്കുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി, നിങ്ങളെ നോക്കി കൽപ്പിക്കാൻ പോവുകയാണ്. അശുദ്ധാത്മാവെ വിട്ടുപോകുക എന്ന് ആ മനുഷ്യന്റെ ജീവിതത്തെ നോക്കി, സാഹചര്യത്തെ നോക്കി ആ വചനത്തെ കർത്താവ് പുറപ്പെടുവിച്ചപ്പോൾ അവന്റെ ജീവിതം മാറി മറിഞ്ഞത് പോലെ ഇന്ന് രാത്രിയിൽ ആരാലും പരിഹരിക്കാൻ കഴിയാത്ത അശുദ്ധാത്മാവ് ബാധിച്ച, അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ കുടുങ്ങി കിടക്കുന്ന തലമുറകളെ, വ്യക്തികളെ വിടുവിക്കുന്ന രാത്രിയാണ്. ഞങ്ങൾക്കറിയാം, പലയിടങ്ങളിൽ പല ദേശങ്ങളിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്, ഞങ്ങള് ഉപദേശിച്ചു, ഞങ്ങള് അനേക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവന് മാറ്റമില്ല, വീണ്ടും അവൻ അതുപോലെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അത് അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ അശുദ്ധാത്മാവിന് ബാധിക്കപ്പെട്ട വ്യക്തികളെ വിടുവിക്കുവാൻ ഇന്ന് രാത്രിയിൽ അശുദ്ധാത്മാവെ വിട്ടു പോകുക എന്ന വചനം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദേശത്തിന്റെ വ്യക്തികളുടെ വിടുതലിന് വിധേയമായി നിൽക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തികൾ ഈ നിമിഷം വിട്ടുപോവുകയാണ്. ആയിരുന്ന ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ച വചനത്തെ കർത്താവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ശബ്ദത്തെ കേൾക്കുന്ന സകലരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. വ്യത്യസ്ത വിഷയങ്ങളിലായിരിക്കാം നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങളെ വിടുവിക്കാനുള്ള വചനത്തെ ദൈവം ഇന്ന് അയക്കുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, വചനം അയച്ച് അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? വചനം അയച്ച് എന്റെ തലമുറയെ വിടുവിക്കും, വചനം അയച്ച് എന്റെ കുടുംബത്തെ വിടുവിക്കും, വചനം അയച്ച് എന്റെ വിഷയത്തെ വിടുവിക്കും. ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ ശബ്ദപരിധിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോട് ദൈവം വചനം അയച്ച് ഈ സുവിശേഷ മഹായോഗത്തിന്റെ 2ാമത്തെ രാത്രിയിൽ വചനം അയച്ച് ഒരു വിടുതൽ കർത്താവ് മാറ്റമില്ലാത്ത വചനം അയച്ചുള്ള വിടുതലിനെ കർത്താവ് കൈമാറുകയാണ്. എന്റെ ജീവിതത്തിൽ വചനം അയച്ച് എന്നെ വിടുവിച്ചേക്ക്. ഹല്ലേലൂയ. ആ ഭൂതം ബാധിച്ച സഹോദരന്റെ ജീവിതത്തെ നോക്കി യേശു വചനം അയച്ചു വിടുവിച്ചേക്ക്. എന്റെ പ്രിയ സുഹൃത്തെ,
എന്റെ മാതാവേ, എന്റെ പിതാവേ, ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വിടുതലിന്റെ സമയമാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം വായിച്ചു വരുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, പള്ളി പ്രമാണിയുടെ മകൾ, ഹല്ലേലൂയ സ്തോത്രം, പള്ളിപ്രമാണിയുടെ മകൾ, ആ മകളുടെ ജീവിതത്തിൽ ഔമീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഹല്ലേലൂയ സ്തോത്രം, യേശു ആ പള്ളിപ്രമാണിയുടെ മകൾക്ക് വേണ്ടി ഒരു വചനത്തെ യേശു അയക്കുന്നു. ആ വചനം ഇതാണ്: ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വിവിധ തര ഭയങ്ങളാൽ ഭാരപ്പെടുന്നവരോട് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന വിഷയത്തിൽ എനിക്ക് ഭയമുണ്ട്, ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവരെ വിടുവിക്കുവാൻ യേശു നിന്റെ ഭയത്തെ നോക്കി, നീ ഭയപ്പെടുന്ന സാഹചര്യത്തെ നോക്കി യേശു പുറപ്പെടുവിക്കുന്ന ഒരു വചനമാണ്: ഭയപ്പെടണ്ട. ഇത് പറയുമ്പോൾ പലവിധമായ ഭയങ്ങളാൽ ഭാരപ്പെടുന്നവർ ഈ ശബ്ദപരിധിയിലുണ്ട്. അവരുടെ വിടുതലിന് വേണ്ടിയാണ് ഇന്ന് യേശുവിന്റെ മകനായ എന്നെ കൊണ്ട് ഇന്ന് രാത്രി ഈ വചനത്തെ ഈ ദേശത്തിലേക്ക് അദ്ദേഹം കേൾപ്പിക്കുന്നത്. ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത വചനം, അല്ലെങ്കിൽ മാറ്റമില്ല. യേശു ഇന്ന് രാത്രി പറയാണ്: ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ ആ വിഷയത്തെ വിടുവിക്കുവാൻ വേണ്ടിയുള്ള വചനമാണ് യേശു പുറപ്പെടുവിപ്പിച്ച വചനമാണ് ഭയപ്പെടണ്ട. ഹല്ലേലൂയ. അത് ഏത് പ്രായക്കാരനെയും, ഏത് പ്രായക്കാരൻ ഭയപ്പെടുന്ന വിഷയങ്ങളെയും ആ ഭയത്തെയും ഈ വചനത്തിന് വിടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ വിവിധ പ്രായത്തിലുള്ളവർ ഹല്ലേലൂയ സ്തോത്രം വിവിധ വിഷയങ്ങൾ ഭയന്നിരിക്കുകയാണ്. ആ ഭയങ്ങളെ വിടുവിക്കുവാൻ യേശു പ്രഖ്യാപിക്കുന്ന, യേശു പുറപ്പെടുവിപ്പിക്കുന്ന വചനമാണ് ഭയപ്പെടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. യേശു വചനമാകുന്ന യേശു ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യൻ പറയുന്നത് പോലെയല്ല. മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റമുണ്ട്. സ്തോത്രം. അധികാരികളുടെ വാക്കുകൾക്ക് മാറ്റമുണ്ട്. സ്തോത്രം. സ്തോത്രം. നമ്മുടെ സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് മാറ്റമുണ്ട്. പലരുടെയും വാക്കുകൾക്ക് മാറ്റം വരും. പക്ഷെ മാറ്റമില്ലാത്ത വചനമാകുന്ന കർത്താവ് ഒരു കാര്യം പുറപ്പെടുവിച്ചാൽ അതിന്റെ പ്രവൃത്തി ചെയ്തിട്ട് മടങ്ങി വരുത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ പുറപ്പെടുവിക്കുന്ന വചനത്തിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരുന്ന, പ്രവൃത്തി കാണത്തക്ക രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വിതച്ച ഹല്ലേലൂയ വചനത്തിന്റെ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയാതെ തടയപ്പെടുന്ന എല്ലാ മേഖലകളെയും കീറി മുറിച്ചുകൊണ്ട് ഒരു വിടുതൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഇവിടെ ഉയർത്തുന്ന വചനത്തിന്റെ പ്രത്യേകത, വചനം വാളാണ്, വചനം ചുറ്റുകയാണ്, പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. അങ്ങനെ പറയുമ്പോൾ പാറയ്ക്ക് സമാനമായ, പാറയുടെ പ്രത്യേക കാഠിന്യമുള്ള വസ്തുവാണ്, കാഠിന്യമാണ്. അതിനെ പാറ വിചാരിക്കുന്നത് എന്നെ ആർക്കും പൊട്ടിക്കാൻ പറ്റത്തില്ല. പാറയ്ക്ക് സമാനമായിരിക്കുന്ന വിഷയങ്ങളെ പോലും യേശു ക്രിസ്തു വചനമയച്ച് അതിനെ തകർത്ത് നിനക്ക് ഒരു വിടുതൽ തരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാറയ്ക്ക് സമാനമായിട്ടുള്ള വിഷയങ്ങളെ പോലും വചനമയച്ച് ദൈവം വിടുവിക്കുന്ന കർത്താവാണ്. മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ജയത്തിലേക്ക് നടത്തുവാനുള്ള വചനത്തെയാണ് ഇന്ന് രാത്രിയിൽ ദൈവം കൈമാറിയിരിക്കുന്നത്. നമുക്ക് കാണാൻ
കാണുവാൻ കഴിയോ? സ്വന്തം പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു. അധ്വാനിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയപ്പെട്ടിരുന്ന് നന്നായി അധ്വാനിക്കുന്ന അധ്വാന കാര്യത്തിൽ നന്നായി അധ്വാനിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും മടി കാണിക്കത്തില്ല. വളരെ കഠിനാധ്വാനം ചെയ്ത് ശീമോൻ പരാജയപ്പെട്ടിരിക്കുമ്പോൾ അവന്റെ പരാജയത്തെ മാറ്റുവാൻ യേശു പടകിൽ കയറിയിട്ട് യേശു ഒരു വചനം പുറപ്പെടുവിച്ചു. ആ വചനത്തിനനുസരിച്ച് പത്രോസ് ചലിക്കാൻ തയ്യാറായപ്പോൾ അവന്റെ ശൂരതയെ ദൈവത്തിന്റെ നിറവ് കൊണ്ട് ആ കാര്യത്തെ പരിഹരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭൗതിക അധ്വാനത്തിലും ആത്മീയ അധ്വാനത്തിലും ഒരു നന്മയും കാണാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ അവരുടെ ജീവിതത്തിലേക്ക് യേശു വന്നിട്ട് ആ വിഷയത്തെ മാറ്റിമറിക്കുന്ന ഒരു വചനത്തെ കർത്താവ് കൈമാറാൻ പോവുകയാണ്. അതിനും അധ്വാനിക്കുന്ന ദീർഘകാലം കൊണ്ട് അധ്വാനിച്ചിട്ട് പരാജയം സ്തോത്രം പരാജയം അനുഭവിക്കുന്ന സ്തോത്രം എന്റെ ശബ്ദം കേൾക്കുന്ന സ്തോത്രം ദൈവമക്കളാകട്ടെ, രക്ഷിക്കപ്പെട്ടവരാകട്ടെ, രക്ഷിക്കപ്പെടാത്തവരാകട്ടെ, ഏത് പ്രായക്കാരാകട്ടെ, ഏത് വ്യക്തികളാകട്ടെ, വിദ്യാസമ്പന്നരാകട്ടെ, വിദ്യാഭ്യാസം കുറഞ്ഞവരാകട്ടെ, നിങ്ങളുടെ അധ്വാനത്തിനകത്ത് ഒരു വിജയം കാണാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വന്നിട്ട് നിങ്ങളെ വിളിക്കാതെ തന്നെ യേശുവിന്റെ സമയമായതുകൊണ്ട് നീ പത്രോസ് വിളിച്ചിട്ടല്ല, പത്രോസിന്റെ പടവിൽ യേശു വന്നത്. പത്രോസ് വിളിച്ചിട്ടല്ല പത്രോസിന്റെ ജീവിതത്തിലേക്ക് യേശു വന്നത്. ഞാൻ വിളിച്ചിട്ടല്ല എന്നെ വിടുവിക്കാൻ യേശു വന്നത്. ഞാൻ വിടുവിക്കപ്പെടാൻ സമയമായപ്പോൾ എന്റെ വിടുതലിന്റെ വചനവുമായി എനിക്കും എന്നെ വിടുവിക്കേണ്ട വചനവുമായി യേശു എന്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ വിടുതൽ പ്രാപിക്കാൻ കഴിയാതിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് അവരുടെ വിടുതലിന്റെ വചനവുമായി യേശു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നു. വചനത്തിന്റെ പ്രത്യേകത, വചനം വിടുതൽ തരുകയാണ്. ഇന്ന് രാത്രിയിൽ അവരവരുടെ അവസ്ഥകളെ അറിഞ്ഞ് അവരുടെ വിഷയങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കാൻ കഴിയുന്ന വചനവുമായി യേശുവിടെ വന്നിട്ടുണ്ട്. കഥ എന്നോട് ആവർത്തിച്ചു പറയുന്നു, നിങ്ങളുടെ വിടുതലിന്റെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും നിങ്ങളുടെ വിടുതലിന്റെ സമയമായിരിക്കുന്നു. നിങ്ങളുടെ വിടുതലിന്റെ വചനവുമായി യേശു വന്നിട്ടുണ്ട്. ആ യേശുവിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നവോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. കർത്താവ് അഭിഷേകം ചെയ്ത് വിളിച്ച് ഓർത്തിരിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് മുന്നോട്ട് തിരഞ്ഞെടുത്ത ശിഷ്യന്മാര് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ കരങ്ങളിലേക്ക് കർത്താവ് ദൗത്യം ഏൽപ്പിച്ചിട്ട് അവരുടെ കരങ്ങളിലേക്ക് വ്യക്തികളുടെ വിടുതലിന് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള വചനത്തെ ഫലമേൽപ്പിച്ചു വിടുകയാണ്. ഇന്ന് രാത്രിയിൽ സ്തോത്രം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അനേകരുടെ വിടുതലിന്റെ വചനവും ഫലമേൽപ്പിക്കുന്ന രാത്രിയാണെന്ന് കർത്താവിനോട് പറയുന്നു. ഇതൊരു സുവിശേഷ യോഗമാണ്. പക്ഷേ കർത്താവിനോട് പറയുന്നു, ഈ നാളുകളിൽ ഇവിടെ ആയിരിക്കുന്ന കർത്തൃഭൃത്യന്മാരോട്, ദേവദാസിമാരോട് അനേകരുടെ വിടുതലിനായി, അനേക ഭവനത്തിന്റെ വിടുതലിനായി, അനേക ദേശത്തിന്റെ വിടുതലിന്റെ വചനവുമായി യാത്ര ചെയ്യുവാൻ സമയമായിരിക്കുന്നു. ആ വചനം ഇന്ന് രാത്രിയിൽ അനേക കുടുംബങ്ങളുടെ വിടുതലിന്റെ വചനം ഇന്ന് രാത്രിയിൽ ഫലമേൽപ്പിക്കാൻ പോകുകയാണ്.
അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയും, പാസ്റ്റേ അന്ന എന്റെ ഇന്ന വിഷയത്തിന് വിടുതലില്ലല്ലോ, ഞാൻ ഭാരപ്പെട്ടിരിക്കുകയാണല്ലോ, അങ്ങനെ ഞാൻ എങ്ങനെ മറ്റൊരാളുടെ വിടുതലിന് കാരണമാകുന്നത്? അല്ലെങ്കിൽ ഞാൻ പറയാ, ഇസ്രായേൽ ജനത്തെ മോശയെ കൊണ്ട്, വിക്കനായ മോശയെ കൊണ്ട് വിടുവിച്ചെങ്കിൽ ആ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള വചനവും വിടുതലിന് വേണ്ടിയുള്ള അത്ഭുതങ്ങളും മോശയുടെ കയ്യിലേക്ക് ദൈവം ഫലമേൽപ്പിക്കുമ്പോൾ അവൻ വിക്കനായിരുന്നു. പിന്നത്തേതിൽ അത് നിർവഹിച്ചു മുന്നോട്ട് പോകുമ്പോ പിന്നെ ഒരിടത്തും വിക്കനായ മോശയെന്ന് കാണുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ സ്തോത്രം, അനേകരുടെ വിടുതലിനായി ഉള്ള ദൈവത്തിന്റെ വിടുതലിന്റെ വചനം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നീ ഭാരപ്പെടേണ്ട. എന്റെ വിഷയത്തിന് വിടുതൽ നടന്നില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചതുപോലെ എത്തപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ട. സ്തോത്രം, നീ മറ്റുള്ളവർക്ക് വിടുതലായി തീരുമ്പോൾ തന്നെ നീ പോലും അറിയാതെ നിന്റെ വിടുതൽ നടന്നുകൊണ്ടിരിക്കും. വിടുതലിന്റെ വചനവും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവികാലോചന പറയാം. ചിലരുടെ വിടുതൽ അവർ പോലും അറിയാതെ അവരുടെ വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ്. അവർ പോലും അറിയാതെ വിടുവിക്കുന്ന കർത്താവിനെ, മാറ്റമില്ലാത്ത വചനത്തെ, ആ വചനമായ വിടുതലിന്റെ ശബ്ദത്തെ കൈമാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കുകയാണ്. നമുക്ക് കാണുവാൻ കഴിയും സ്തോത്രം, പൗലോസ് ശൗലായിരുന്ന പൗലോസായി മാറിയപ്പോ പൗലോസ് സ്തോത്രം, പൗലോസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. പൗലോസ് സ്തോത്രം അനേക സഭകൾക്ക് വിടുതലായിരുന്നു, സഭകളുടെ വിടുതലായിരുന്നു. അതുപോലെ രാജ്യങ്ങളുടെ വിടുതലായിരുന്നു, ദേശങ്ങളുടെ വിടുതലായിരുന്നു, ഭവനങ്ങളുടെ വിടുതലായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അനേക സഭകളുടെ വിടുതലിനായി ദൈവം എന്നെ അയക്കാൻ പോകുകയാണ്. കർത്താവിനോട് അങ്ങനെ പറയുന്നു. അങ്ങനെ പറയും, പക്ഷേ ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ കുറവുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്കില്ല. ഞാനൊരു കാര്യം പറയാം, എല്ലാം ഉള്ളവൻ, എല്ലാം ഉളവാക്കാൻ കഴിയുന്ന ദൈവം നിന്റെ കൂടെ നിന്നാൽ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ, നീ അവിടെ ചെല്ലുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്ന കാര്യം ചെയ്താൽ മതി. ദൈവം നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കാര്യങ്ങളെ ഭംഗിയാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ ശാരീരികമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പൗലോസ് സഭകളുടെ വിടുതലിനും ദേശത്തിന്റെ വിടുതലിനായിട്ട് പതിനുമായി യാത്ര ചെയ്യുമ്പോൾ പൗലോസ് പറഞ്ഞ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന വചനമാണ് പൗലോസ് സഭകൾക്കും ദേശത്തിനും കൈമാറിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൈമാറുന്ന ശുശ്രൂഷകർ ഇതിനകത്ത് നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. കർത്താവിനോട് പറയുന്നത്, ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ അനേക ദേശങ്ങളുടെ സദ്വർത്തമാനം കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൈമാറാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുന്ന രാത്രിയാണ്. ഈശ്വരങ്ങൾ കരമടിച്ച് ദൈവത്തിന് വചനം കൊടുത്താടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് കാണുവാൻ കഴിയുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത വചനം. ആ വചനം എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ വിചാരിക്കരുത്, ചിലര് വിചാരിക്കുന്നത് വചനം വേറൊന്നാണ്, കർത്താവ് വേറൊന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ വിശ്വസിച്ച്, അങ്ങനെ പഠിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ പറയാം, യേശുവാണ് വചനം. പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന, അതിനകത്തൂടെയല്ല വെളിപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു എന്ന വചനമാണ്.
ന്യായപ്രമാണത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ന്യായപ്രമാണമുള്ള കാലഘട്ടത്തിലും യേശു ക്രിസ്തു ഉണ്ട്. പുതിയ നിയമ വചനം കൈമാറിയപ്പോഴും യേശു ക്രിസ്തു ഉണ്ട്. അപ്പോഴും ആ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വചനം ജഡമായി വെളിപ്പെട്ട സത്യവും കൃപയും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മളെ ശുശ്രൂഷിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെ നിർവഹിച്ച് കടന്നുപോയ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വചനമാകുന്ന കർത്താവിനെ ഉയർത്തുന്നതിൽ മടിക്കരുത്. ആ കർത്താവിന്റെ കർത്താവ് തരുന്ന വചനം, കർത്താവ് തരുന്ന ആത്മീയ ചിന്തകൾ അത് കൈമാറാൻ മടിക്കരുത്. പറയാൻ തയ്യാറായാൽ ഈ ആയുസിൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവ് എന്നോട് കൈമാറാൻ പറഞ്ഞ വചനം, കർത്താവ് എന്നോട് ജനങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് കൈമാറാൻ പറഞ്ഞ് അങ്ങനെ ദൈവം ഫലമേൽപ്പിച്ച ഏത് കാര്യമുണ്ടോ അത് മടി കൂടാതെ കൈമാറണം. ഹല്ലേലൂയ, സ്തോത്രം. പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിലേക്ക് കൈമാറിയതെല്ലാം ഒന്നുപോലും കുറയാതെ നമ്മളിലേക്ക് കൈമാറിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മുടെ മേൽ കൈമാറിയത്, ഹല്ലേലൂയ, കർത്താവിനോട് പറയുന്നു, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ ശബ്ദപരിധിയിലുള്ള ദൈവമക്കളോട് പറയുന്നു, നിങ്ങളുടെ ദേശത്തിന്റെ വിടുതലിന്റെ വചനം നിങ്ങളുടെ കയ്യിൽ കൈമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരവർ പ്രാർത്ഥിക്കുന്ന ദേശത്തിന്റെ വിടുതലിന്റെ വചനം, ആ വചനം പറയുമ്പോൾ ഇതുവരെ അഴിയപ്പെടാത്ത എല്ലാ കെട്ടുകളും അഴിയും. വചനത്തിന്റെ ശക്തി ഈ നാളുകളിൽ അനേക കെട്ടുകളെ അഴിച്ച് സ്വതന്ത്രമാക്കി കൊണ്ടുവരാൻ കഴിയുന്ന, അനേകരെ സ്വതന്ത്രമാകാൻ കഴിയാതെ ആയിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് വിടുവിക്ക് സ്വതന്ത്രമാക്കാൻ കഴിയുന്ന വചനത്തിന്റെ വെളിപ്പാടും വചനവും ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ കൈമാറാൻ പോകുകയാണ്. ആ വചനവും ആ വെളിപ്പാടും കൈമാറിയ വചനമാകുന്ന ക്രിസ്തു പറഞ്ഞതുപോലെ ചെയ്യും. അങ്ങനെ സ്വതന്ത്രമാക്കുന്ന ശുശ്രൂഷ ചെയ്തു വന്ന പത്രോസും യോഹന്നാനെയും കാരാഗൃഹത്തിലാക്കിയപ്പോൾ ഭരണാധികാരികൾ വിചാരിച്ചു, ഭരണാധികാരികളിലൂടെ ലോകത്തിൽ ഭരിക്കുന്ന അന്ധകാര ശക്തികൾ കടന്നിട്ട് അന്ധകാര ശക്തികൾ വിചാരിച്ചു, ഇനി എങ്ങനെ ഇവർ മറ്റുള്ളവരെ സ്വതന്ത്രമാക്കാൻ കഴിയും? അങ്ങനെ വിചാരിച്ചപ്പോൾ അങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു പതിവുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിച്ചവർ പ്രാർത്ഥിച്ചപ്പോൾ അനേകരെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പത്രോസും യോഹന്നാനെയും വചനമാകുന്ന കർത്താവ് പുറത്തു കൊണ്ടുവരുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ ദൈവത്തിന്റെ വിടുതലിന്റെ വചനം കൈമാറി തൂതുവാദിയാക്കി ദൈവം പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു കാരാഗ്രഹത്തിനോ ഒരു വിഷയത്തിനോ ഒതുക്കി വെക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആ ശുശ്രൂഷകരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രിയിൽ പറയുന്നു, ദേശത്തിലെ വ്യക്തികൾക്ക് മാത്രമല്ല ഈ സുവിശേഷ യോഗത്തിന്റെ ഈ രണ്ടാമത്തെ യാത്രയിൽ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരാഗ്രഹത്തിന് സമാനമായി ചില വിഷയങ്ങളിൽ ഒതുക്കി സ്വാതന്ത്ര്യത്തെ കെടുത്തുന്ന വിഷയങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. ഇന്ന്
ഇന്ന് രാത്രിയിൽ കർത്താവ് അത് ചെയ്യും. അതിനകത്ത് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. ദൈവം അയക്കുന്ന വചനത്തിന് മാറ്റമില്ല. ആ വചനത്തിന് നിന്റെ വിഷയത്തെ, സാഹചര്യത്തെ മാറ്റാൻ കഴിയും. നമ്മ സ്തോത്രം. അതിനു മുമ്പ് പറഞ്ഞ 2 കാര്യമുണ്ട്. അത് നമ്മൾ ഈ പര്യവസാനത്തിൽ ആ വിഷയത്തിൽ വിശദീകരിക്കും. ഇന്ന് രാത്രിയിൽ അത്രയ്ക്കും ശ്രേഷ്ഠമായ വിടുതലിന്റെ വചനത്തിന്റെ സാക്ഷ്യം വഹിക്കാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവിധ വിടുതലും നൽകാൻ കഴിയുന്ന വിടുതലിന്റെ വചനമാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ആ വചനം നമുക്ക്, ആ വചനത്തിന്റെ സാക്ഷ്യം പറയുന്നവർക്ക്, ആ വചനത്തെ പ്രഘോഷിക്കുന്നവർക്ക് വിടുതൽ നടക്കും. അങ്ങനെയാണെങ്കിൽ ഈ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതത്രേ വായ് പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് നിന്റെ ഹൃദയത്തിൽ കൈമാറിയിട്ട് നിന്റെ അധരത്തിലൂടെ, നമ്മുടെ അധരത്തിലൂടെ ദേശത്തിന്റെ വിടുതലിനായി, ഇന്ത്യക്കാട് ഫാമോഡിന്റെ വിടുതലിനായി ഇന്ന് രാത്രിയിൽ ആ വിടുതലിന്റെ ശബ്ദം വഹിച്ചുകൊണ്ട് ഇതുവരെ വെളിപ്പെടാത്ത വിടുതൽ ചെയ്തെടുക്കുവാൻ, ആ വിടുതലിന്റെ ശബ്ദത്തെ കൈമാറുവാൻ വേണ്ടി പ്രത്യേകമായി ചിലരെ ഇന്ന് രാത്രിയിൽ ദൈവം അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും. കർത്താവ് എന്നോട് പറയുന്നു, ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എന്നോട് ഈ ദേശത്തെ വിടുവിക്കാം, നിന്നെയും നിന്റെ തലമുറയെയും ഇന്ന് രാത്രിയിൽ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ സ്തോത്രം. ഈ ഫാമോഡ് ദേശം വിടുവിക്കപ്പെടാൻ വിടുതലിന്റെ വചനവും വിടുതലിന്റെ വെളിപ്പാടും അധികാരവും ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ ദൈവം കൈമാറുകയാണ്. സുവിശേഷം സുവിശേഷം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, സുവിശേഷം വിടുതലാണ്. ഞാൻ പറയും, വിടുതലിന്റെ വാർത്തയാണ് സുവിശേഷം. ഈ സുവിശേഷം എവിടൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം വിടുതൽ നടക്കും. മാറത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതാണ് സുവിശേഷം. ഇതുവരെ മാറ്റം വരാത്ത കാര്യങ്ങൾക്ക് ഈ സുവിശേഷ യോഗത്തിന്റെ 2ാമത്തെ രാത്രിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന യേശു കർത്താവ് ഈ പ്ലാവോടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾക്ക് ഇന്ന് മുതൽ തുടക്കം തുടങ്ങാൻ പോവുകയാണ്. ഒരു പുതിയ അധ്യായം എഴുതുന്നത് പോലെ, സ്വന്തം ഒരു ഡയറിയിൽ പുതിയ കാര്യങ്ങൾ എഴുതുന്നത് പോലെ പ്ലാവോഡിന്റെ ആത്മീയ അവസ്ഥയും ഭൗതിക അവസ്ഥകൾക്കും ദൈവം ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഇവിടെ വചനം പ്രകാശിക്കപ്പെടുമ്പോൾ, ഈ സഭയിൽ വചനം പ്രകാശിക്കപ്പെടുമ്പോൾ ഈ ദേശത്തിന്റെ ഇരുട്ട് മാറി പോവുകയാണ്. എത്രത്തോളം കർത്താവിന്റെ വചനം ഇവിടെ പ്രകാശിക്കപ്പെടുന്നുവോ അത്രത്തോളം ഈ ദേശത്തിന്റെ ഇരുട്ട് മാറും. ഇരുട്ടിനെ മാറ്റാൻ ദൈവ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രിക്കോ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത വചനം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ ദേശത്ത് സ്തോത്രം ഇവിടെ കേൾപ്പിക്കുന്ന വചനത്താൽ ഈ ദേശത്തിന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദേശത്തിലുള്ള ഭവന നിവാസികൾക്ക്, അതിന്റെ കാഴ്ചപ്പാടുകൾക്ക്, ചിന്താഗതികൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ വചനം ഇവിടെ പ്രഘോഷിപ്പിക്കപ്പെടുന്നതിന്റെ കർത്താവിന്റെ ഉദ്ദേശം, ദൈവം ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ വെളിപ്പെടുവരാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ യേശു പറയുകയാണ്, നിശ്ചയമായും ഒരു മാറ്റം ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്.
ഹല്ലേലൂയ. ചിലരുടെ ഹൃദയഭാരങ്ങളെ മാറ്റത്തക്ക രീതിയിൽ ദൈവം വിടുതലയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഭാരപ്പെടുന്ന, ഹൃദയം ഉറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുക്കത്തോടെ ഭാരപ്പെടുന്നവരെ ആ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുവാൻ വചനമയച്ച് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിലെ വേദനയായി പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. അത് നമുക്കറിയാം, പുറമെ ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു, പക്ഷെ ഹൃദയങ്ങളെ അറിയുന്ന, ഹൃദയത്തിന്റെ അന്തരീക്ഷങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യൻ പുറമെ ഉള്ളത് കാണുന്നു, അകമേ ഉള്ളതിനെയും പുറമെ ഉള്ളതിനെയും നന്നായി അറിയുന്ന കർത്താവ് ചിലരുടെ ഹൃദയവേദനകളെ ഇന്ന് രാത്രിയിൽ ദൈവം വചനമയച്ച് വിടുവിക്കാൻ പോവുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. നമ്മൾ വായിച്ചു വെച്ച വചനത്തിന്റെ അതിന്റെ അടുത്ത ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ഞാൻ ശ്രദ്ധപ്പെടുന്നു. ആ വാക്യം ഒന്നും കൂടെ വായിക്കുന്നു. മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനമോ ഒഴിഞ്ഞു പോവുകയില്ല. ഹല്ലേലൂയ. 2 പത്രോസ് 3:10 ഒരാള് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാം. പത്രോസ് അപ്പോസ്തലനോട് പറയാണ്, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കാത്തിയടിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ആ വചനം ഒന്നും കൂടെ ഒന്ന് വായിച്ച പാസ്റ്റർ. കർത്താവിന്റെ ദിവസമോ അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കാത്തിയടിയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇതൊക്കെ അഴിയുവാനുള്ളതൊക്കെയാണ്. എന്താണെന്ന് നമ്മൾ വായിച്ചു വെച്ചത്, ആദ്യം നമ്മൾ വായിച്ചത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, അത് നിശ്ചയമായി സ്തോത്രം അത് വെളിപ്പെടുമെന്ന് പത്രോസിലൂടെ സഭയോട് ആ കാര്യം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും അതെല്ലാം ഭൂമിയും അതിന്റെ പണികളും ആകാശമൊക്കെ ഒഴിഞ്ഞു പോയാലും എന്നോടും നിന്നോടും നിന്റെ ദേശത്തോടും നമ്മളോട് ഓരോരുത്തവരോടും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരോടും കർത്താവ് കൈമാറിയ വചനത്തിന് മാറ്റം വരുന്നില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മനുഷ്യന്റെ പണികളെല്ലാം കത്തിയഴിഞ്ഞ് മാറിയാലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളോട് കർത്താവ് കൈമാറിയ വചനത്തിന് മാറ്റം വരുത്തില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം മാറ്റം വന്നാലും മാറ്റം വരാത്ത, എന്നും സ്ഥിരമായിരിക്കുന്ന, എന്നും ഉറപ്പ് നൽകുന്ന, ഉറപ്പില്ലാത്തവർക്ക് ഉറപ്പ് നൽകുന്ന വചനം. വചനത്തിനോളം ഉറപ്പുള്ള ഈ ഉലകത്തിൽ വേറെ ഒന്നുമില്ല. വചനത്തിന്റെ അനുസരിച്ച് വചനത്തിനുള്ള ഉറപ്പ് പോലെ സ്തോത്രം അത് ദൈവത്തിന്റെ ഉറപ്പാണ്. സ്തോത്രം. വചനത്തിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉറപ്പാണ്. ദൈവത്തിന്റെ ഉറപ്പിനോളം വേറെ ഒരു കാര്യത്തിനും ഉറപ്പില്ല. നമ്മളറിയാം, ഭൗതിക സാധനങ്ങൾ നിശ്ചയമായും വചനത്തിൽ ഉറയ്ക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിൽ ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ക്രിസ്തുവിൽ ഉറയ്ക്കുക. വചനവും ക്രിസ്തുവും ഒന്നാണ്. ആ വചനമാകുന്ന ക്രിസ്തു ഈ ദേശത്തോട്, ഇവിടെ ആയിരിക്കുന്നവരോട് ഉറപ്പായി പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കും. പക്ഷേ ഈ സുവിശേഷ യോഗത്തിന്റെ 2ാമത്തെ രാത്രിയിൽ ഏറ്റവും ഉറപ്പുള്ള വചനം, ദൈവത്തിന്റെ ഉറപ്പ്, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രായക്കാരുടെ മേൽ കർത്താവ് കൈമാറുകയാണ്. ഞാൻ പറയാ,
ദൈവമക്കളോട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഇന്ന് രാത്രി പറയാനുള്ള ഒരു കാര്യം, വചനമാകുന്ന യേശു ഉറപ്പിച്ച് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ സ്വന്തം നീ തകർന്നു പോകത്തില്ല. നിന്നെ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും വചനം സ്വന്തം നിന്നോട് പറഞ്ഞ വചനം എന്ന് വരെ നിലനിൽക്കുന്നുവോ അന്ന് വരെ നീയും നിലനിൽക്കും. നിത്യതയോളം ഒന്ന് പറയാ സ്വർഗത്തോളം നമ്മൾ നിത്യതയിൽ എത്തപ്പെടുന്നത് വരെ വചനം ഉറപ്പുണ്ട്. അതുപോലെ ദൈവം ഉറപ്പിച്ച് ദൈവം നടത്തുവാൻ പോവുകയാണ്. സ്തോത്രം. ഈ വചനത്തിൽ ഈ വചനമാകുന്ന ക്രിസ്തുവാകുന്ന പാറയിലാണ് പത്രോസിനോട് പറഞ്ഞത് സ്തോത്രം. ഉറപ്പാകുന്ന കർത്താവ് പത്രോസിന് ഒരു ഉറപ്പ് കൊടുത്തു. ഞാൻ എന്റെ സഭയെ പണിയും, ഗോപുരങ്ങൾ ജയിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ ഭാമോടിലുള്ള ദൈവസഭയുടെ അടുത്ത ഘട്ട പണി വെളിപ്പെടാൻ പോവുകയാണ്. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ദൈവം അടുത്ത ലെവലിലേക്ക് ഈ സഭയെ ദൈവം ഉറപ്പിച്ച് പണിയാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ ആവർത്തിച്ച് എന്നോട് പറയാൻ പറയുന്ന ഒരു ദൈവ ശബ്ദം ഞാൻ പറയുന്നു. ഈ ദൈവസഭയുടെ രണ്ടാം ഘട്ട ദൈവ പ്രവൃത്തിയുടെ സമയമായിരിക്കുന്നു. ഈ സഭയെ ഞാൻ എന്റെ സഭയെ പണിയിൽ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് ആദിമ സഭയുടെ അപ്പോസ്തലൻ ഉറപ്പ് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ഉറപ്പ് കൊടുത്ത വചനമാകുന്ന ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവ് ഈ സഭയെ നോക്കി പ്രവചിക്കുകയാണ്. ഈ സഭയുടെ രണ്ടാം ഘട്ട ദൈവപ്രവൃത്തിയുടെ സമയമായിരിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കട്ടെ. ദൈവത്തിന്റെ വചനത്താൽ ഈ സഭയെ ഇവിടെ പണിതെങ്കിൽ ഈ സഭയെ തകർക്കാൻ പറ്റത്തില്ല. വചനമാകുന്ന ക്രിസ്തുവിനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. വചനമാകുന്ന ക്രിസ്തുവിനെ സ്വന്തം ക്രൂശ് മരണം കൊണ്ട് തകർക്കാൻ നോക്കിയപ്പോൾ, കല്ലറ കൊണ്ട് തകർക്കാൻ നോക്കിയപ്പോൾ, ചാട്ടവാറിന്റെ അടി കൊണ്ട് തകർക്കാൻ നോക്കിയപ്പോൾ ഒരിക്കലും സ്വന്തം വചനമാകുന്ന ക്രിസ്തുവിനെ തകർക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയാണ്, ഈ സഭയെ ദൈവം വചനത്താൽ പണിത് ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം വളരെ ശ്രദ്ധയോടെ ആദരവോടെ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ദേശനിവാസികൾക്കും ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായ നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ നമസ്കരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ വചനം വിദേശത്തോടെ അറിയിക്കുവാൻ നമ്മളോടായി സഭയോടായി ദൈവത്തിന്റെ വചനം അറിയിപ്പാൻ ദൈവദാസനെ ദൈവം ശക്തീകരിച്ചു. ദൈവശക്തമായി ഉപയോഗിക്കേണ്ടതിനായി അനവധി ദേശങ്ങളിൽ അനവധി യൗവനക്കാർക്ക് അനവധി സഭകൾക്ക് വലിയ വിടുതലിന്റെ കാരണമായി തീരുവാൻ, അനുഗ്രഹത്തിന്റെ കാരണമായി തീരുവാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കതായിട്ടുള്ള ദൈവകൃപ ദൈവദാസന്റെ മേൽ ധാരാളമായി പകരണതിനായിട്ട് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് സുവിശേഷ മഹായോഗം ഈ സഭയ്ക്ക് വിടുതലായി തീരട്ടെ. ചുറ്റുപാടുള്ള ഭവനങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിലോ വലിയ ഉണരോ വലിയ രൂപാന്തരമായി തീരുവാൻ, മാനസാന്തരമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വോത്രം 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 സ്വോത്രം. വചനത്താലുള്ള ശക്തി വെളിപ്പെടട്ടെ. രോഗബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വൈശാഖ്യ കോട്ടകൾ തകർന്നു മാറട്ടെ. വചനത്തിന്റെ ശക്തിയോടെ കടന്നു ചെല്ലുന്നു. അവിടെ നടക്കുന്ന വിടുതലുകൾ ശക്തിയോടെ വെളിപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ജനമായി പ്രാർത്ഥിച്ച്
ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വചനത്താൽ വിടുതൽ വെളിപ്പെടുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഞങ്ങളുടെ സഭകളുടെ മേൽ ദേശത്തിന്റെ മേൽ വലിയ ദൈവ പ്രവൃത്തി ദൈവം ചെയ്യേണ്ടതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാ നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥികളെ കൃപ ദൈവം നമ്മുടെ മേൽ പകരുവാനിടയായല്ലോ. ദൈവീയ ശബ്ദം കേൾക്കുവാൻ ദൈവദാസനിലൂടെ ഈ രാത്രികാലം ശക്തമേറിയ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചന ദൈവം നമുക്ക് നൽകുവാനിടയായല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ വണ്ണം എന്നേക്കുമായി സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവദാസനെ ദൈവശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ സ്വർഗപിതാവാം നല്ല ദൈവമേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുകയാണ് കർത്താവേ. കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ സുവിശേഷ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രികാലം ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വരുവനായി ഞങ്ങളെ സഹായിച്ചവരെ കൃപയ്ക്കായി സ്തോത്രം. അങ്ങേ പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചതായി സ്തോത്രം. പ്രാർത്ഥനകളെ കൃപ നൽകിയതായി സ്തോത്രം. ശ്രേഷ്ഠമായ കടദാസിലൂടെ കേൾക്കപ്പെട്ട മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരമായി തീരുവാനിടയാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഈ സഭയ്ക്ക് ചുറ്റുപാടുള്ള കുടുംബങ്ങൾക്ക് ഈ ദേശത്തിന് അനവധി ദേശങ്ങളിലേക്ക് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകണം. ഒരു നാളുകളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിവെച്ചത് സാക്ഷ്യം പറയുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ബലപ്പെടുത്തനായി സ്തോത്രം. വീണ്ടും പൂർവാധികം ശക്തിയോടെ ഞങ്ങളുടെ വേല വർദ്ധിച്ചു വരുവാൻ അനേകായിരങ്ങൾക്ക് വിടുതലായി തീരുവാൻ സ്വർഗ ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്.